മലപ്പുറം വളാഞ്ചേരിയിൽ മദ്യലഹരിയിലായിരുന്ന പിതാവിന്റെ മർദ്ദനമേറ്റ് 17-കാരന് ദാരുണാന്ത്യം എന്ന വാർത്തയാണ്. വൈക്കത്തൂർ പച്ചീരിയിൽ സ്വദേശി ശ്യാംകൃഷ്ണനാണ് മരിച്ചത്. പിതാവ് മങ്കുടിയിൽ ശബരി പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുണ്ട്. ഗോകുൽ കെ വേണുഗോപാൽ മലപ്പുറത്ത് നിന്നും അതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി അല്പസമയത്തിനകം ചേരും. ഗോകുൽ, കേൾക്കാമെങ്കിൽ അത്യന്തം ദുഃഖകരമായ ഒരു വാർത്തയാണ്. ഇതിൽ എന്താണ് ഉണ്ടായത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? മദ്യലഹരിയിൽ മകനെ അടിച്ചു കൊന്നതാണോ? എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? പ്രജിൻ, ഇന്നലെ രാത്രി 10:30-ക്കാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത്. വൈക്കത്തൂർ പീച്ചിരിയിൽ സ്വദേശിയാണ് ശ്യാംകൃഷ്ണൻ. ശ്യാംകൃഷ്ണന് പിതാവിന്റെ മർദ്ദനമേൽക്കുന്നത് അദ്ദേഹം മദ്യലഹരിയിലായിരുന്നു. മദ്യലഹരിയിൽ വന്ന് മകനുമായി വാക്കുതർക്കത്തിലേർപ്പെട്ടു. ആ സമയത്താണ് പരീക്ഷയ്ക്ക് മാർക്കുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് വാക്കുതർക്കം ഉണ്ടായത്. ആ സമയത്ത് പിതാവിന്റെ മർദ്ദനമേൽക്കാതിരിക്കാൻ വേണ്ടി ശ്യാംകൃഷ്ണൻ നിലത്തിരിക്കുകയായിരുന്നു. ആ സമയത്താണ് അബദ്ധത്തിൽ ഈ പിതാവ് ശബരിയുടെ മർദ്ദനം ശ്യാംകൃഷ്ണനെ ഏൽക്കുന്നത്. ഉടനെ തന്നെ ഈ ശബരി തന്നെയാണ് ശ്യാംകൃഷ്ണനെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ കൊണ്ടുപോവുകയും പിന്നീട് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുള്ളത്. അതിനിടയിലാണ് ചികിത്സയിലിരിക്കെയാണ് ഇന്നിപ്പോൾ വൈകിട്ടോടുകൂടി ശ്യാംകൃഷ്ണൻ മരിച്ചത്. വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിയായിരുന്നു ഈ ശ്യാംകൃഷ്ണൻ. പിതാവ് ശബരി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട്. പ്രജിൻ, നമ്മൾ സ്ഥിരമായി പറയുന്നതാണ്, ലഹരി എന്ന് പറയുമ്പോൾ നമുക്ക് മുന്നിൽ കാണുന്നത് ആരാണ്, അത് മകനാണോ മകളാണോ അച്ഛനാണോ അമ്മയാണോ എന്നും മനസ്സിലാക്കാത്ത ഒരു സ്ഥിതിയാണ്. അതിലാണിപ്പോൾ ഒരു കുഞ്ഞിൻ്റെ ജീവൻ തന്നെ നഷ്ടമായത്. ഗോകുൽ കെ വേണുഗോപാൽ തുടരുന്നുണ്ട്. ഗോകുൽ, നിലവിൽ ഈ പിതാവ് ശബരി പോലീസിന്റെ കസ്റ്റഡിയിലാണെന്ന് അറിയുന്നു. കേസ് എടുത്തിട്ടുണ്ടോ? ഗോകുൽ കെ വേണുഗോപാലാണ് മലപ്പുറത്ത് വിശദാംശങ്ങൾ നൽകിക്കൊണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.